ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഈവനിങ്ങിലാണ് കേട്ടോ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണേ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ റൂഫ് ടോപ്പിൽ കയറിയിട്ട് മേളിലിങ്ങനെ നിൽക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ്. റോഡിൽ കൂടെ ഇങ്ങനെ നിറയെ വണ്ടികൾ പോകുന്നതും ചുറ്റും ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെയാണ് ചുറ്റുമുള്ള കാഴ്ച. അപ്പോൾ മുട്ടി ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റുകളാണ് കേട്ടോ. ഒരു 4 നില 3 നിലയൊക്കെയുള്ള അപ്പാർട്ട്മെൻറ്റുകളാണ് നമ്മുടെ ഈ പരിസരത്ത് മുഴുവനും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കാഴ്ച അടഞ്ഞു പോകുമൊന്നുമില്ല, നന്നായിട്ട് ചുറ്റും കാണാൻ പറ്റും. അപ്പോൾ പാറുക്കുട്ടി എൻ്റെ അടുത്തൊന്ന് പിണങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാൻ താഴേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പാറുവിനെ വിളിച്ചിട്ട് അവൾക്ക് വരാനും മനസ്സില്ല. പിന്നെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പം വന്നിട്ട് പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ പാറുവിന് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ചപ്പാത്തി കുഴയ്ക്കണം, പരത്തണം, അങ്ങനെ ഭയങ്കര നിർബന്ധങ്ങളാണ്. അപ്പം അവളുടെ ഒരു ആഗ്രഹമല്ലേ, നമുക്കും ഇങ്ങനെ കുഞ്ഞിലേക്ക് ഇങ്ങനെ ഓരോന്ന് അമ്മമാർ ചെയ്യുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലോ. അപ്പോൾ അവളുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഹാൻഡ് വാഷൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ എന്നാൽ കുഴച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ്. അപ്പോൾ ആൾ കുറച്ച് അങ്ങനെ പറ്റണ പോലെയൊക്കെ ഇട്ട് കുത്തി കുഴക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കാണിക്കട്ടെ എന്ന്, അവളുടെ ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ അടുക്കളയിൽ ഒന്നാമത്തെ ഒറ്റ കുട്ടിയല്ലേ, അപ്പോൾ അവൾക്ക് വേറെ ആരും കളിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല, പുറത്ത് പോകാനായിട്ടുള്ള ഒരു ഓപ്ഷനില്ല. അപ്പോൾ ആൾക്ക് ഒരു കുറച്ചിങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് നിൽക്കാനോ ഒക്കെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ അടുക്കളയിൽ അവളോട് മിണ്ടാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൾക്ക് കുറച്ച് നേരമൊക്കെ ടി വി കാണും, എന്നാൽ ഒരുപാട് നേരം ടി വി കാണാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ പിന്നെ ആൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് പാറു എൻ്റെ അടുത്തേക്ക് ഓടി വരണേ. അപ്പം ഞാൻ അവളെ അപ്പുറത്തേക്ക് പോകുമെന്ന് പറയുമെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ് അപ്പുറത്തേക്ക് വിടുമ്പോൾ ആൾക്കതൊരു സങ്കടമാവില്ലേ. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന പരിപാടികളാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ അവിടെ നിർത്തും. അതല്ല വേറെ എന്തെങ്കിലും ഇപ്പം നമുക്ക് ഇപ്പം ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എണ്ണയിൽ പൊരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ അടുത്ത് നിർത്തില്ല കേട്ടോ. കുറച്ച് മാറ്റി ഞാൻ കുറച്ച് ദൂരെ നിർത്തുള്ളൂ. കാരണം എപ്പോഴാണ് ഈ പിള്ളേർക്ക് എന്തെങ്കിലും തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് അവർക്ക് അതൊന്ന് എടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഇടാൻ തോന്നിക്കഴിഞ്ഞാലൊക്കെ ഭയങ്കര അപകടമാണല്ലോ. കുട്ടികൾ നമ്മൾ നെക്സ്റ്റ് ആ സെക്കൻഡിൽ എന്ത് ചെയ്യുന്നു നമുക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു പ്രായം വരെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ്. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഇങ്ങനത്തെയൊക്കെ കുക്കിങ്ങിൽ ഞാൻ അധികം എടുപ്പിക്കില്ല. അല്ലാതെ എൻ്റെ കൂടെ അവൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ. കുറേ ഞങ്ങളിവിടെ വന്ന് ചെന്നൈയിൽ വന്നത് ഒരു വയസ്സിന് മുന്നേ ആണ്. അപ്പോൾ ഞാനും അവളും കൂടെ ആണല്ലോ ഈ ഫുൾ ടൈം ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ റൂട്ടീൻസ് ഉണ്ട്. അപ്പോൾ ചപ്പാത്തി പരത്തുക എന്നുള്ളത് ആളുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ കുറേ പറയുന്നുണ്ട് പാറുവിൻ്റെ അടുത്ത്, പാറു അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ എന്നൊക്കെ. പക്ഷേ അവൾക്ക് തന്നെ കൺട്രോൾ പോയ പോലെ അവൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു കൂട്ടുമാണ്. വേഗം ഞങ്ങൾ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാറു കുറേ വിശേഷങ്ങളൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് പെൺമക്കൾ, അമ്മമാർക്കൊരു കൂട്ടാണ് എപ്പോഴും എന്ന് പറയുന്നത്. അത് സത്യം തന്നെയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ പോലും അപ്പം ആൾക്ക് പെട്ടെന്ന് എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രകൃതമാണ്. സന്തോഷമാണെങ്കിലും കുഞ്ഞ് സങ്കടമാണെങ്കിലും എൻ്റെ മുഖം മാറിക്കഴിഞ്ഞാൽ ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. എന്താന്ന് അവളിൻ്റെ അടുത്ത് ചോദിക്കാതിരിക്കില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പം നമ്മുടെ ചപ്പാത്തി പരത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചപ്പാത്തി പരത്തണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചാൽ ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഒരു ഉരുള പാറുവിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട്. അത് ഏറ്റവും അവസാനം അവൾ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഉത്സാഹമൊക്കെ അത്യാവശ്യം ജോലി ചെയ്യുന്ന പ്രായത്തിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഞാൻ ചെറിയ പ്രായത്തിൽ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് മുട്ട പൊരിക്കാനായിട്ട് അടുക്കളയിൽ കയറി കേട്ടോ. എന്നിട്ട് മുട്ട പൊരിച്ച് മൊത്തത്തിൽ ആദ്യത്തെ പ്രാവശ്യം അമ്മ കൂടെ നിന്ന് ശരിയായി. പിന്നത്തെ പ്രാവശ്യം ഞാൻ ചെയ്തപ്പം
കുറച്ചങ്ങോട്ട് കരിഞ്ഞു പോയി. കാരണം ആ കരിഞ്ഞ സ്മെല്ലടിച്ചിട്ട് പിന്നെ ഞാനൊരു കുറച്ച് വർഷങ്ങൾ മുട്ട പൊരിച്ചത് കഴിക്കുകയില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ കുക്കിംഗ് തുടങ്ങിയത്. പക്ഷേ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും സ്നാക്സൊക്കെ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അമ്മ എനിക്ക് അടുക്കള വിട്ട് തന്നേക്കും. അമ്മ അതിൻ്റെ ഉള്ളിലൊന്നും ഇടപെടാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ കുക്കിംഗ് ശരിക്കും പഠിച്ചത്. ഇപ്പോൾ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് കുക്കിംഗ് ചെയ്യണത് കേട്ടോ. ഇങ്ങനെ അയ്യോ ഇത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല, ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആകെയുള്ളൊരു പരാതി, ഇങ്ങനെ ഫുൾക്ക പോലെ പൊങ്ങി വരുമല്ലോ ചില ആൾക്കാർ ഉണ്ടാക്കുമ്പോൾ, അങ്ങനെ വരില്ല കേട്ടോ. ഞാൻ എന്തൊക്കെ ചെയ്താലും അങ്ങനെ വരില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പരാതി ഭയങ്കര സോഫ്റ്റാണ് ഈ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇത്രയും സോഫ്റ്റ് ആവാൻ പാടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ഭർത്താക്കന്മാർ ആരോടെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും ഭയങ്കര ഹാർഡാണെന്നല്ലേ പറയാറ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്, ഇത്രയും സോഫ്റ്റ് ആവരുത് ചപ്പാത്തി എന്നാണ് എൻ്റെ അടുത്ത് പറയാറ് കേട്ടോ. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലാണ് എപ്പോഴും ചപ്പാത്തിക്ക് കുഴയ്ക്കാറ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല, വേറെ പ്രത്യേകിച്ച് ആഡ് ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഗോതമ്പ് പൊടി മാത്രം ഇട്ടിട്ട് ഉപ്പിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് ഇതുപോലെ പരത്തി ഉണ്ടാക്കും. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും. പിന്നെ ഉരുട്ടി പരത്തി ഉണ്ടാക്കും. അപ്പോൾ എന്താണ് അങ്ങനെ പൊങ്ങി വരാത്തത് ഫുൾക്ക മാതിരി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ചപ്പാത്തിയുടെ കൂടെ മീൻകറിയാണെന്ന്. അപ്പോൾ എന്തായാലും ഒരു സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേറെ തോരനോ മെഴുക്കുവരട്ടി അങ്ങനെ ഒന്നും ഇപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് ഇരിപ്പില്ല. അപ്പോൾ അത് മാത്രം കഴിക്കാനായിട്ട് എനിക്കങ്ങനെ തോന്നിയില്ല. അങ്ങനെ ഞാൻ ഉണ്ടായിരുന്ന പച്ചക്കറികൾ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ഒരു തക്കാളി ഉണ്ട്, കുറച്ച് സെലറിയും സ്പ്രിംഗ് ഒണിയനും വളരെ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇച്ചിരി ഇട്ടുള്ളൂ. പിന്നെ ഒരു വളരെ കുറച്ച് വിനീഗറും പിന്നെ ഒലിവ് ഓയിലുമാണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്, ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ വിനീഗർ എനിക്ക് ഇടണ്ടായിരുന്നു എന്ന് തോന്നി കഴിച്ച സമയത്ത്. ഒരു ഇത്തിരി ഇട്ടുള്ളെങ്കിലും ശരിക്കും പുളിപ്പ് ആ തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും തോന്നുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒലിവ് ഓയിൽ ഒഴിക്കുന്ന സമയത്ത് വിനീഗറിൻ്റെ ആവശ്യമില്ല. ഞാൻ എപ്പോഴും അങ്ങനെ സാലഡ് ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റൊന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് കേട്ടോ. എനിക്കങ്ങനെ തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ സോഫ്റ്റ്നെസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത്. ഭയങ്കര സോഫ്റ്റായിട്ടാണ് ചപ്പാത്തി ഉണ്ടാവാറ്. അപ്പോൾ പാറുവിന് ഈ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു സന്തോഷം. കാരണം അവൾക്ക് ഷൈച്ചേട്ടൻ അങ്ങനെ പറഞ്ഞാലും പാറുവിന് ഇത് വേണം. അവൾക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പോൾ കൊഴുവക്കറി തലേദിവസം കൊഴുവക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ അതും ഇത് ഷൈച്ചേട്ടന് ഒരു മീൻ വറക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് ആൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചതാണ്. അപ്പോൾ ഞാനും ഉച്ചയ്ക്ക് കഴിച്ചു. പാറുവിന് പിന്നെ മീനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പാറു അപ്പോൾ രാത്രി ഇച്ചിരി സാമ്പാർ കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുകയുള്ളൂ. മീൻ കറിയൊന്നും കൂട്ടി അവൾ കഴിക്കുകയില്ല കേട്ടോ. അങ്ങനെ ഞാനിതൊക്കെ റെഡിയാക്കി വെച്ചു. ഞങ്ങളുടെ ഭക്ഷണവും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് അരച്ചു വയ്ക്കാനുണ്ടായിരുന്നു. അപ്പത്തിൻ്റെ മാവിൻ്റെ റെസിപ്പി ഇടാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ, ഇതിന് മുന്നേത്തെ ഒരു വ്ളോഗിൽ. അപ്പോൾ അത് ഈസ്റ്റ് ഇല്ലാത്തൊരപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ഈസ്റ്റ് ഇട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. എന്തായാലും അധികം വൈകാതെ തന്നെ നമുക്ക് ഈസ്റ്റ് ഇല്ലാത്ത ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി നമുക്ക് ഷെയർ ചെയ്യാമേ. അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈസ്റ്റിന് പകരം ഈസ്റ്റ് അല്ലാതെ ഉപയോഗിക്കുന്ന സാധനം ചേർക്കുന്നു എന്നേ ഉള്ളൂ. അളവും കാര്യങ്ങളൊക്കെ കൃത്യം തന്നെയാണ് കേട്ടോ. എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അപ്പോൾ കാണിക്കാം. അങ്ങനെ അപ്പത്തിന് അരച്ച് വയ്ക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പം ഞാൻ ഇന്ന് എഴുന്നേറ്റപ്പം ശരിക്കും 7 മണിയായിട്ടോ. എനിക്ക് പീരീഡ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി കുറച്ച് വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ എഴുന്നേറ്റു, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ഉറക്കം പോയതുകൊണ്ട് ഇത്തിരി വൈകിയാണ് എഴുന്നേറ്റത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന് നോക്കുമ്പോൾ അപ്പം ഈ കല്ല് മുകളിൽ വെച്ചിട്ട് പോലും അത് പൊങ്ങി കുറച്ച് പോയിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ചാണ് എപ്പോഴും ഈസ്റ്റ് ഇടുക കേട്ടോ. എന്നാൽ പോലും അത് പൊങ്ങി പോയിട്ടുണ്ട്. അപ്പം അത്രയും പ്രഷർ അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ അങ്ങനെ പൊങ്ങി നിറഞ്ഞ് നിൽക്കുവാണ്. പിന്നെ സ്പൂണിട്ട് ഇളക്കി കഴിയുമ്പോൾ എന്തായാലും പതിയെ ഒന്ന് താന്ന് പൊക്കോളും. പിന്നെ ആ താഴെ വീണാക്കി ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം, മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ഒരു പണിയാണ്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കല്ലൊക്കെ എടുത്ത് മുകളിൽ വെക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ തുറന്നു പോയി കഴിഞ്ഞാൽ പ്രാണിയോ ഈ പാറ്റയോ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ കയറിയാലോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കല്ല് വെക്കണം കേട്ടോ.
അങ്ങനെ അപ്പത്തിൻ്റെ മാവ് നല്ലോണം പൊങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷേ ഇങ്ങനെ ഇത്രയും ചാടിപ്പോയത് കുറച്ച് മാവ് പോയിട്ടുണ്ട്. അപ്പം ഞാൻ 2 ദിവസത്തേക്ക് കണക്കാക്കിയായിരുന്നു മാവ് എടുത്തത്. പക്ഷേ ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല, ഉണ്ടാക്കി വരുമ്പോൾ അറിയാം. അങ്ങനെ നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കുവാണേ. ഇത് അത്യാവശ്യം നല്ലൊരു ഡ്രിങ്കാണ്. എപ്പോഴും ഞാൻ കുടിക്കാറില്ല, 3 ദിവസമൊക്കെ കുടിക്കും, പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടേ പിന്നെ കുടിക്കുകയുള്ളൂ. അപ്പം ഇതിൽ സാധാരണ നമ്മുടെ വെള്ളം ചൂടുവെള്ളം എടുക്കുക, എന്നിട്ട് അതിൽ സിനമൺ പൗഡറില്ലേ, കറുകപ്പട്ട, അതിൻ്റെ പൗഡർ വളരെ കുറച്ചേ ഇടുള്ളൂ ഞാൻ. എന്നിട്ട് നാരങ്ങ പിഴിയും, ഒരു നുള്ളു ഉപ്പും കൂടി ഇടും കേട്ടോ. എന്നിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ചൂടിൽ കുടിക്കും. ഒരുപാട് ചൂട് വേണ്ട, വളരെ ലൂക്ക് വാം വാട്ടറിലാണ് കേട്ടോ ഞാൻ എപ്പോഴും കുടിക്കാറ്. അപ്പോൾ ഒരു 3 ദിവസം കണ്ടിന്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഇനി നാളെ മറ്റന്നാളും കൂടെ ഇത് കുടിക്കണം. അപ്പോൾ നാരങ്ങ ഉള്ള സമയത്ത്, നാരങ്ങ നമ്മുടെ വീട്ടിലെപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല, തീർന്നു പോവാം. അപ്പം നാരങ്ങ ഉള്ള സമയത്താണ് ഞാൻ എപ്പോഴും അത് ഉണ്ടാക്കാറ് കേട്ടോ. അങ്ങനെ ആ വെള്ളം ഒക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് നിന്ന് സമാധാനത്തിന് വേണം പണികൾ തുടങ്ങാനായിട്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അപ്പത്തിൻ്റെ അതൊക്കെ ക്ലീനിങ് പരിപാടിയായിരുന്നു. കിച്ചൺ മൊത്തം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി, പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി കിടന്ന് കഴിയുമ്പോൾ നമുക്ക് വരുമ്പോൾ വലിയൊരു ടെൻഷനൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും പ്രിപ്പൊക്കെ ചെയ്ത് വയ്ക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒട്ടുമേ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് പ്രിപ്പൊന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ടയേർഡായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് റിലാക്സ് ആയിട്ട് തന്നെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എനിക്ക് ആകെ ഒരു റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ പാറുവിന് ഫുഡൊന്നും കൊണ്ടുപോകണ്ട, സ്നാക്സ് മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പോൾ അവൾക്ക് വേണ്ടി തിരക്ക് പിടിക്കണ്ട. അതുപോലെ ഷൈച്ചേട്ടന് ഒരു 10 മണിയാകുമ്പോഴേക്കേ ആൾ പോവുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് ലഞ്ചൊക്കെ റെഡിയാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഒരു സമാധാനം. ഒരു 9:30 10 ആകുമ്പോഴേ ആൾ എന്തായാലും പോവുള്ളൂ. അപ്പോൾ ഇത്തിരി വൈകി എഴുന്നേറ്റാലും റിലാക്സ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് ഗ്രീൻ പീസിൻ്റെ ഒരു സൂപ്പർ റെസിപ്പിയാണ്. തിരക്കായിട്ട് നമ്മൾ അടുക്കളയിൽ രാവിലെ എന്തായാലും കുറച്ച് തിരക്കുകൾ ഉണ്ടാവും നമുക്ക്, ഈ ലഞ്ച് ഉണ്ടാക്കാനും അതും ഇതുമൊക്കെ ആയിട്ട്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊന്ന് റെഡിയാക്കി സ്കൂളിൽ വിടാനോ അങ്ങനെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും വേണം, എന്നാൽ സിമ്പിളായിട്ട് ചെയ്യാനായിട്ടായിരിക്കും നമ്മളെല്ലാവരും നോക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അത്. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട്. അത് രാവിലെ ഞാൻ കുക്കറിലേക്ക് മാറ്റി അതിലേക്ക് സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കണം. ഇനി ഞാൻ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇനി മുളക് പൊടി ചേർക്കണം എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുക. എരിവിന് പച്ചമുളകും മുളകും കണക്കാക്കി ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് സവോളയും കൂടി ചേർത്തിട്ട് വേണം വേവിക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വേവിക്കുക. ഞാനെപ്പോഴും ഒന്ന് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിൽ വരാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ ഏറ്റവും കുറഞ്ഞുള്ള ഫ്ലെയിമിലേക്ക് ഇടും. സിമ്മിലേക്ക് ഇട്ടിട്ട് ഒരു 4-5 വിസിലെങ്കിലും ഞാൻ കേൾപ്പിക്കും കേട്ടോ, സിമ്മിൽ കിടന്നിട്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ വെച്ച് വിസിൽ പോകുന്ന അത് വെന്ത് വരുന്ന സമയത്ത് ഞാനിവിടെ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനെപ്പോഴും കിച്ചണിൽ നിൽക്കുമ്പോൾ ഓരോരോ പണികൾ ഓരോന്നായിട്ട് ചെയ്ത് തീർത്തിട്ട് അടുത്തത് ചെയ്യാൻ നിൽക്കില്ല. ഒന്ന് ചെയ്യുമ്പോഴും ഗ്യാപ്പിട്ട് ചെയ്യും. ഇപ്പം ഈ കുക്കറിൽ അത് വേകാനുള്ളത് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ വേവിക്കാൻ വെക്കുന്നതെങ്കിൽ അത്രയും സമയം കൂടി എടുക്കും. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ കുക്കറിലൊക്കെ വേവിക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യും, ആദ്യം അങ്ങ് അടുപ്പത്തേക്ക് വയ്ക്കും. അപ്പോൾ അതവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് നമുക്ക് വേറെ നിങ്ങൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് ഞാൻ അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി തേങ്ങ കുറച്ച് അരച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കണേ. അപ്പോൾ തേങ്ങ തീർന്നിരിക്കുകയായിരുന്നു. ഞാൻ കുറച്ച് ചിരകിയത് ഫ്രിഡ്ജിൽ ഉണ്ടെന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ അത് തീർന്നു, കഴിഞ്ഞ ദിവസം എടുത്തത് ഞാൻ മറന്നുപോയി. അപ്പോൾ തേങ്ങയും കൂടി നമുക്ക് ചിരകി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പം നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഇരുമ്പ് ചട്ടി തന്നെയാണ് ഇവിടെ അപ്പം ഉണ്ടാക്കുന്നത്. എനിക്ക് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയോ വേറെ ഒരു ചട്ടിയോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല നോൺ സ്റ്റിക്ക് മാതിരി തന്നെ വിട്ട് പോരുകയും ചെയ്യും. വേറെ ഒന്നും ഞാൻ ഈ ചട്ടിയിൽ ഉണ്ടാക്കില്ല കേട്ടോ. ഈ അപ്പത്തിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചട്ടിയാണിത്.
അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല സുഖമായിട്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ അപ്പം ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ഈ ചട്ടി അതിന് വേണ്ടി മാറ്റി വെച്ചതുകൊണ്ട് എനിക്ക് വേറെ ദോഷമൊന്നും തോന്നാറില്ല. കാരണം വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇത് പിടിക്കോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ വേറെ എന്തോ ചെയ്തിട്ട് എനിക്ക് പിന്നെ ഉണ്ടാക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് പിടിച്ച പോലെ എനിക്കൊരു ഇത് തോന്നിയായിരുന്നു. അപ്പോൾ തേങ്ങ പെട്ടെന്ന് പൊട്ടിച്ച് ചിരകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമുക്ക് അരച്ച് കറിയപ്പം ഏകദേശം വിസിൽ പോയി അതിൻ്റെ സ്റ്റീമൊക്കെ പോയി റെഡി ആയിരിപ്പുണ്ട്. അപ്പോൾ ഈ തേങ്ങയിൽ ഒരേ ഒരു സംഭവമാണ് ഞാൻ ചേർക്കുന്നത്, പെരിഞ്ജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർക്കാം. ഒരു മസാലയുടെ ഒരു ടേസ്റ്റിന് ഒരു ടീസ്പൂൺ ചേർത്താൽ മതി, അത്രയും മതിയാവും. ഒരുപാടായ ഒരു കുത്ത് ടേസ്റ്റ് വരും. എന്നിട്ട് നന്നായിട്ട് മഷി പോലെ അങ്ങ് അരച്ചെടുക്കുക. അരച്ചത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിള വരുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ താളിച്ചിടണം എന്നുണ്ടെങ്കിൽ മാത്രം അത് താളിച്ചിടാം. വേണമെങ്കിൽ ചെറിയുള്ളി എന്തെങ്കിലും ഇട്ടിട്ട് വേണമെങ്കിൽ താളിച്ചിടാം. ഞാൻ പക്ഷേ താളിച്ച് പോലും ഇടുന്നില്ല. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് എടുക്കുവാണ്. ഇപ്പം എരിവ് ഇത്തിരി പോരാൻ തോന്നുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്ലേവറിന് ഒരിച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ കുരുമുളക് പൊടി ചേർത്തില്ല, എനിക്ക് അത്യാവശ്യം എരിവുള്ളതായിട്ട് തോന്നി. അപ്പം ഇനി എരിവ് കൂടിയാലോ പാറുവിനും കൂടെ കൊടുക്കണ്ടതല്ലേ, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർക്കാതിരുന്നത്. പക്ഷേ ഒരു നുള്ളു കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, അതിൻ്റെ ഒരു എൻഹാൻസ് ചെയ്ത് നിൽക്കും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം, ഒരുപാട് തിളപ്പിക്കാനും പാടില്ല. ഇങ്ങനെ അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ കുറച്ചധികം കറിവേപ്പിലേക്ക് ഇട്ടെടുത്താൽ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഇത് ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കഴിക്കുന്ന ആരും പറയൂല കേട്ടോ. നല്ല കുറുകി നല്ല ടേസ്റ്റാണ്. ഇരിക്കും തോറും ഇതിങ്ങനെ കുറുകി വരെ. ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷേ നമ്മൾ ഇത് വെച്ച് കഴിക്കാനായിട്ടൊക്കെ എടുക്കുമ്പോഴേക്കും ഉണ്ടല്ലോ കറി ഒന്ന് കുറുകിയിരിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു രുചിയുള്ള കറിയാണേ. അപ്പോൾ അപ്പത്തിന് ചപ്പാത്തിക്ക് ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ പാറുവിനപ്പോൾ സ്നാക്ക് കൊടുത്തു വിടണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാനിന്ന് മക്കാനയാണ് കേട്ടോ കൊടുത്തു വിടണേ. മക്കാന ആൾക്ക് ഇഷ്ടമാണ്, പല ഫ്ലേവറിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് പാറു ഇങ്ങോട്ട് പറഞ്ഞു അവൾക്ക് ചാട്ട് മസാലയുടെ ഫ്ലേവറിൽ മതിയെന്ന്. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മക്കാന ഞാൻ റോസ്റ്റ് ചെയ്യാൻ വെക്കുവാണ് കേട്ടോ, അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എയർ ഫ്രയറിലാണ് എപ്പോഴും ഞാൻ ഈ മക്കാന റോസ്റ്റ് ചെയ്യാറ്. എനിക്ക് ചട്ടിയിൽ നമ്മൾ ചീനിച്ചട്ടിയിലൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമല്ലോ, അതിലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇങ്ങനെ എയർ ഫ്രയറിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭയങ്കര മറ്റേതിലായിരുന്നു ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എയർ ഫ്രയർ വാങ്ങിച്ചതിന് ശേഷം ഞാൻ എയർ ഫ്രയറിൽ തന്നെയാണ് ചെയ്യണേ. അപ്പോൾ അത് ഒരു 10 മിനിറ്റ്സ് ആവും റെഡി ആവാനായിട്ട്. അപ്പോൾ ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ടൈം സ്കെഡ്യൂൾ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ തിക്കും തിരക്കില്ലാത്ത രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പാറു എൻ്റെ അടുത്ത് അതിൻ്റെ ഇടയ്ക്ക് കുറേ കഥ പറയുന്നുണ്ട് കേട്ടോ. അവൾ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടത്രേ. സ്വപ്നത്തിൽ ഞാനുണ്ടായിരുന്നു, പാറു ഉണ്ടായിരുന്നു, പാറുവിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ചോക്ലേറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിരുന്നില്ല, എന്നാലും ഞാൻ മൂളി കൊടുത്തപ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചോക്ലേറ്റ് കൊടുത്തു, പിന്നെ ആരോ വാങ്ങി, പിന്നെ അവൾ സാഡായി, അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാട്ട് മസാല ഫ്ലേവറിൽ നമ്മുടെ മക്കാന റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും കുറച്ച് ഇനി ചെയ്യുന്ന സമയത്ത് ചെയ്യാം കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ തിരക്കുകൊണ്ട് ഞാൻ ഇത് മസാലയൊക്കെ ഇട്ട ആ ഭാഗം ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ പാറു പോവാറായി. അപ്പോൾ ആൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ ഒരു കുഞ്ഞ് പ്രാർത്ഥനയൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനെപ്പോഴും നാമം ചെല്ലുമ്പോൾ ആളിൻ്റെ അടുത്ത് പറയും സ്ലോയിൽ പാടമ്മ, എനിക്ക് പാടാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഞാനൊരു കുഞ്ഞ് നാമം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കണ്ണിനോട് ബൈ പറഞ്ഞിട്ടാണ് കേട്ടോ പോണത്. അപ്പം ഇതുപോലെ സ്കൂട്ടറിന് പോകുന്നതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല വെയിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ നല്ല പൊടിയും ഉണ്ടാവും. അപ്പോൾ ക്യാപ്പും ഇതുപോലെ മാസ്കും ഒക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. സ്കൂട്ടറിനാണ് അവളെ കൊണ്ടുപോയേക്കണത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പാറുൻ്റെ സ്കൂൾ വരുന്നത്. അപ്പോൾ അങ്ങനെ പാറു പോയി കഴിയുമ്പോൾ തന്നെ എൻ്റെ പകുതി പണികളൊക്കെ എല്ലാം തീർന്നിട്ടുണ്ടാവുള്ളൂ പോണ സമയമാകുമ്പോൾ. ഇനി എന്തെങ്കിലുമൊക്കെ കുഞ്ഞു പണികളുണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നല്ലൊരു വെയിലുള്ള ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് തുണിയൊക്കെ കഴുകാറുണ്ട്. ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നോക്കണം.
നമ്മുടെ എല്ലാ വീഡിയോസും കാണുകയും കമൻസൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന സബ്സ്ക്രൈബറാണ് ആതിര. അപ്പോൾ ആതിരയ്ക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.